ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ സ്മാർട്ട് ടി വിയിൽ ₹1 പോലും ചിലവില്ലാതെ 1000-ൽ കൂടുതൽ ടി വി ചാനലുകൾ ഫ്രീ ആയി എങ്ങനെ കാണാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടി എന്ന ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പെർമിഷൻ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിൽ കണ്ടിന്യൂ എന്ന ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾ ഫയൽ ആക്സസ് എനേബിൾ ചെയ്യാനുള്ള ഭാഗം വരും, അതിൽ എനേബിൾ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഈ കൊടി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രിപ്പയറിംഗ് ആയിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇതിലൂടെ ഇടതുവശത്ത് മുകളിലുള്ള സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് മുകളിൽ ഫയൽ മാനേജർ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഈ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ആഡ് സോഴ്സ് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇതിൽ ബ്രൗസിൽ നോൺ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന എൻ്റർ ദ പാത്ത് ഓർ ബ്രൗസ് ഫോർ ദി മീഡിയ ലൊക്കേഷൻസ് എന്ന ഭാഗത്ത് tobaln.github.io എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ശേഷം താഴെ കാണുന്ന ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ അതിൻ്റെ താഴെ എൻ്റർ എ നെയിം ഫോർ ദിസ് മീഡിയ സോഴ്സ് എന്ന ഭാഗത്ത് നമ്മളിതിനൊരു പേര് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ ഒരു പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം താഴെ കാണുന്ന ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വീണ്ടും താഴെ കാണുന്ന ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആ ഒരു ഫയൽ നമ്മൾ കൊടുത്ത ആ ഒരു പേരിലേക്ക് ഫോൾഡറായി മാറും. അടുത്തതായി നമ്മളിവിടെ ബാക്ക് വന്നിട്ട് വരുന്ന ഭാഗത്ത് ആഡ് ഓൺസ് എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ താഴെ ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ താഴെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണും, അതിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് വരുന്ന ഭാഗത്ത് ആഡ് ഓൺസിൽ മുകളിൽ ഇൻസ്റ്റാൾ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എന്നവിടെ ഷോ നോട്ടിഫിക്കേഷൻസ് അൺനോൺ സോഴ്സ് എന്നീ 2 ഓപ്ഷൻ്റെ നേരെ കാണുന്ന എനബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് യെസ് കൊടുത്തിട്ട് അത് എനബിൾ ചെയ്യുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. എന്നിട്ട് ഇതിൽ താഴെ കാണുന്ന ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ എന്ന ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത നമ്മുടെ ആ ഒരു പേരിലുള്ള ഫോൾഡർ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഇതേപോലൊരു സിപ്പ് ഫയൽ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ മുകളിൽ വരും. ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിലിവിടെ താഴെ ഇൻസ്റ്റാൾ ഫ്രം റെപ്പോസിറ്ററി എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് താഴെ ടൊബാലൻ റെപ്പോസിറ്ററി എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഭാഗം വരും. ഇവിടെ താഴെ വീഡിയോ ആഡ് ഓൺസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഭാഗത്ത് ജിയോ ടി വി എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇങ്ങനെ ഭാഗം വരും. ഇവിടെ താഴെ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പോപ്പപ്പിൽ ഓക്കെ എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ അല്പം സമയത്തിനുള്ളിൽ ഇവിടെ മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഇടതുവശത്ത് മുകളിലുള്ള നേരത്തെ ക്ലിക്ക് ചെയ്ത അതേ സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് മുകളിൽ ആഡ് ഓൺസ് എന്ന ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഭാഗത്ത് മൈ ആഡ് ഓൺസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് വരുന്ന ഭാഗത്ത് താഴെ വീഡിയോ ആഡ് ഓൺസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന ഭാഗത്ത് ജിയോ ടി വി എന്ന ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഒരു വിൻഡോ ഭാഗം വരും. ഇവിടെ താഴെ കാണുന്ന കോൺഫിഗർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ ഇടതുവശത്ത് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ കീബോർഡ് എന്ന ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ OTP എന്ന ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന വിൻഡോയിൽ എൻ്റർ യുവർ ജിയോ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ഒരു ജിയോ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അതിവിടെ എൻ്റർ OTP എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മുകളിൽ സക്സസ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരികയും ആഡ് ഓൺ റിക്കോർഡ് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വരികയും ചെയ്യും. അതിൽ യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ IPTV ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ട് സെറ്റ് ആവുന്നതാണ്. ഇനി ഇവിടുന്ന് ബാക്ക് അടിച്ചിട്ട് ബാക്ക് വരിക. എന്നിട്ട് വരുന്ന ഭാഗത്ത് ഇവിടെ ഇടതുവശത്ത് സൈഡിൽ മെനു ബാറിൽ TV എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ചാനൽ എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് TV ചാനലുകൾ ഫ്രീ ആയിട്ട് നമുക്ക് കാണാം. ഇതിൽ ഇഷ്ടമുള്ള ചാനൽ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കണ്ടു ആസ്വദിക്കാം. ഇതിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ പല ഭാഷയിലുള്ള എല്ലാ TV ചാനലുകളും നമുക്കിവിടെ ഫ്രീ ആയിട്ട് ലഭിക്കും. അതൊക്കെ നമ്മുടെ സ്മാർട്ട് TVയിൽ ലൈവായിരുന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്മാർട്ട് TVയിൽ ₹1 പോലും ചിലവില്ലാതെ 1000-ൽ കൂടുതൽ TV ചാനലുകൾ നമുക്ക് ഫ്രീ ആയി കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം പുതിയ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ബൈ.